നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേരളം ഇനി വി.ഡി. സതീശൻ നയിക്കും. തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം ദിവസമാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. കൊല്ലത്ത് AISF മാർച്ച്. ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. SSLC പരീക്ഷാ ഫലം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത് 26-ലേക്ക് മാറ്റിവെച്ചു. പുനലൂർ നെടുങ്കയം തെങ്ങുംതറ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം. ടാപ്പിംഗിനെത്തിയ തൊഴിലാളിയാണ് പുലിയെ നേരിൽ കണ്ടത്. ജാഗ്രതാ നിർദ്ദേശം നൽകി വനം വകുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളം ഇനി വി.ഡി. സതീശൻ നയിക്കും. തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം ദിവസമാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് അവസാനമായി. മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, ജയറാം രമേശ് എന്നിവർ ചേർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം സംബന്ധിച്ച് ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളായിരുന്നു നടന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും വസതിയിലായിരുന്നു കൂടിക്കാഴ്ചകൾ. പ്രിയങ്കയും KC വേണുഗോപാലുമായിരുന്നു രാഹുലിന്റെ കൂടിക്കാഴ്ച. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, നിരീക്ഷകരുടെ ചുമതലയുള്ള അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരും ജയറാം രമേശുമായിരുന്നു ഖർഗെയുടെ കൂടിക്കാഴ്ച. ഇതിനുശേഷമായിരുന്നു മാധ്യമങ്ങളെ നേതാക്കൾ കണ്ടത്. ഇതിനിടെ രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം നാളിലാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമായത്. ഫലം വന്ന് ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു മുതിർന്ന നേതാക്കൾ പറഞ്ഞത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തുടങ്ങിയ അടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷവും തുടരുകയായിരുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി KC വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ നിലയുറച്ചു. സംസ്ഥാന വ്യാപകമായും ഡൽഹിയിൽ വരെയും നേതാക്കൾക്ക് വേണ്ടി അണികൾ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. മെയ് 9-ന് വി.ഡി. സതീശനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഹൈക്കമാൻഡ് കൈക്കൊണ്ടത്. എന്നാൽ സതീശനും രമേശ് ചെന്നിത്തലയും നിലപാട് കടുപ്പിച്ചതോടെ ഹൈക്കമാൻഡ് അയഞ്ഞു. അന്നും പ്രഖ്യാപനമുണ്ടായില്ല. ഒറ്റപ്പേരിലേക്ക് എത്താൻ വീണ്ടും ചർച്ചകൾ വേണ്ടിവന്നു. അഭിപ്രായം തേടുന്നതിനായി മുൻ KPCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തൊട്ടു പിന്നാലെ ഇതിൽ അതൃപ്തി അറിയിച്ച വി.ഡി. സതീശൻ പക്ഷം രംഗത്തെത്തി. വർക്കിംഗ് പ്രസിഡന്റുമാർ KC പക്ഷത്തെ പ്രബലരാണെന്നും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് അപഹാസ്യമാണെന്നുമായിരുന്നു വി.ഡി. പക്ഷം പറഞ്ഞത്. വിഷയത്തിൽ വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ പ്രതിഷേധവും അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ച നീണ്ടതോടെ അതൃപ്തിയുമായി ഘടകകക്ഷികളും രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ ബുധനാഴ്ച അന്തിമ തീരുമാനത്തിനായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം രാഹുൽ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ജയറാം രമേശ് ഖാർഗെയുടെ വീട്ടിലെത്തി. തുടർന്ന് പ്രഖ്യാപനം വ്യാഴാഴ്ച ഉണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ രാഹുലിന്റെയും ഖാർഗെയുടെയും വസതിയിൽ നടന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപനം മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് AISF മാർച്ച്. ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ നേരിയ സംഘർഷവുമുണ്ടായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചാണ് കൊല്ലത്ത് AISF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. CPI ഓഫീസിന് മുന്നിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ ഓഫീസിന്റെ പ്രധാന വാതിലിലെത്തി മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിലാണ് പോലീസുമായി സംഘർഷമുണ്ടായത്.
AISF സംസ്ഥാന സെക്രട്ടറി എ ആദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കേന്ദ്ര സർക്കാർ കളിക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ എത്ര പേരെയാണ് BJP നേതാവ് അനുജൻ ഉൾപ്പെടെ ഇന്ന് CBI കസ്റ്റഡിയിലാണ്. രക്ഷകർത്താക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി കഷ്ടപ്പെട്ട് രാവെന്നില്ല പകലെന്നില്ലാതെ പഠിച്ച് നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആയ വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളയുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്ന നടപടിയിൽ. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. ഏതൊക്കെ തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന എന്താ? പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഇതിൽ ഭീമമായ പൈസ മേടിച്ച് കോച്ചിങ് നടത്തുന്നവർക്ക് എന്താ ചോദ്യപേപ്പർ ഒറ്റുകൊടുക്കുന്നു. എന്ത് നാടായി ഈ രാജ്യം മാറുന്നു? AISF കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശൻ, ജില്ലാ സെക്രട്ടറി ജോബിൻ ജാക്കബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രിയ, സംസ്ഥാന കൗൺസിൽ അംഗം സുജിത് കുമാർ, MD അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി വവ്വാക്കാവ് പാവുമ്പ റോഡിൽ വാഹനാപകടം. യുവതിക്ക് പരിക്ക്. കാറുകൾ തമ്മിൽ ഇടിച്ചായിരുന്നു അപകടം. തഴവ മുല്ലശ്ശേരി മുക്കിനും കോട്ടക്കോയിക്കൽ മുക്കിനും മധ്യേയായിരുന്നു അപകടമുണ്ടായത്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോയ കാറുകളിൽ പിന്നാലെ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന യുവതിക്കാണ് മൂക്കിന് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുനാഗപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തഴവ. പുനലൂർ നഗരസഭ 65 നമ്പർ അംഗനവാടിയിൽ അങ്കൺ ലൈവ് പദ്ധതിക്ക് തുടക്കമായി. അംഗനവാടിയിലെത്തുന്ന കുരുന്നുകളെ മുഴുവൻ സമയവും രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് പദ്ധതി. നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. പുനലൂർ നഗരസഭയിലെ പവർ ഹൗസ് വാർഡിലെ 65 നമ്പർ കരിക്കത്തിൽ പ്രസേനൻ മെമ്മോറിയൽ അംഗനവാടിയിലാണ് അങ്കൺ ലൈവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യ വലിയ തോതിൽ വികസിച്ച ഈ കാലത്ത് അംഗനവാടികളിൽ എത്തുന്ന കുരുന്നുകളെ മുഴുവൻ സമയവും രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സൗകര്യമൊരുക്കുന്നത് കാലാനുസൃതമാണെന്നും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നല്ല ആശയമാണ്. യഥാർത്ഥത്തിൽ ഈ ആശയം ജയപ്രകാശനോട് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിലും മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിലും ഈ ആശയത്തെ പിന്തുണയ്ക്കുകയും ഇതിൻ്റെ ഒരു നിർവഹണം ഇവിടെ സാധ്യമായതിനു ശേഷം ഇത് നഗരസഭയിലെ എല്ലാ അംഗനവാടികൾക്കും ബാധകമാക്കാൻ ഒരു തീരുമാനമെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, അംഗനവാടിയിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. പ്രായമായവരുടെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചു വരികയും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് അങ്ങനെയാണ് കേരളത്തിൻ്റെ. അതാണ് നമുക്ക് സ്കൂളുകളിൽ കുട്ടികൾ കുറവാണ് എന്ന് നമ്മൾ പറയുന്നത്, അംഗനവാടികളിൽ കുട്ടികൾ കുറവാണ് എന്ന് പറയുന്നത്. പക്ഷേ 13 കുട്ടികൾ ലൈവായിട്ട് വന്ന് പഠിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും അപ്പോൾ അംഗനവാടികൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യം, ഈ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതിനോട് പലപ്പോഴും അതിനൊരു വിലയില്ല. നമ്മൾ ഈ പ്ലേ സ്കൂളുകളിലൊക്കെ 5000, 10000 ഒക്കെ കൊടുത്ത് ധാരാളം കുട്ടികളെ കൊണ്ട് ചേർക്കാറുണ്ട്. അംഗനവാടികൾ അത്രയൊരു ഒന്ന് വളർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നൊരു ആത്മവിശ്വാസ കുറവുണ്ട് ആളുകൾക്ക്. അപ്പം അതുകൊണ്ട് സ്മാർട്ട് അംഗനവാടികളാകുക എന്നുള്ളത് അംഗനവാടികളുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക്, നൂതനമായ കാര്യങ്ങൾ പുനലൂരിൽ അംഗനവാടികളിൽ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം എന്ന ആഗ്രഹമാണ് എനിക്ക് CDPO അടക്കമുള്ള ആളുകളോട് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അതൊക്കെ CDPO ഒക്കെ നേതൃത്വത്തിലാണ്. ഇതുവരെ ലഭ്യമാകാത്ത ചെറിയ ഫ്രിഡ്ജും മിക്സിയും എല്ലാ അംഗനവാടികൾക്കും നമ്മളിപ്പോൾ തന്നെ ഈ വരുന്ന ആഴ്ച വിതരണം ചെയ്യാവുന്ന നിലയിലാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ
ഈ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് അംഗനവാടികളുടെ പ്രവർത്തനത്തിനും അതിനെ നയിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ ആയിട്ട് സ്റ്റേറ്റ് മുടക്കുന്നു. അപ്പോൾ അതിന് റിസൾട്ട് വേണം. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നമുക്ക് ഈ അംഗനവാടികൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ഈ സൗകര്യങ്ങളെല്ലാം ഒരു പുതിയ തലമുറയ്ക്ക് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഏത് ഭരണകൂടത്തിൻ്റെയും, അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് അടുത്ത തലമുറയെ നമുക്ക് മുകളിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത്. കുരുന്നുകളെ അംഗനവാടിയിൽ വിട്ടുകഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ പലരും ആശങ്കയിലാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് അംഗനവാടിക്കുള്ളിലും പുറത്തും ക്യാമറകൾ വെച്ചും ഇന്റർനെറ്റ് വഴി രക്ഷിതാക്കളുടെ ഫോൺ വഴി എപ്പോൾ വേണമെങ്കിലും നിരീക്ഷിക്കാൻ കഴിയുന്ന ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ശിശുക്ഷേമ വികസന ഓഫീസർ, നഗരസഭാ ഓഫീസ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് കൂടി കാണാൻ കഴിയും എന്നതിനാൽ സ്ഥാപനം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതിനും കഴിയും. നിർമ്മാണ സ്ഥാപനമായ ഹാബിറ്റാറ്റാണ് ക്യാമറയും ഇന്റർനെറ്റ് സൗകര്യവും സൗജന്യമായി ഒരുക്കി നൽകുന്നത്. കൗൺസിലർ ജി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, ഹാബിറ്റാറ്റ് എഞ്ചിനീയർ നവീൻ ലാൽ, CDPO അനീസ റാണി, കൗൺസിലർമാരായ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, സുനിൽ തോമസ്, രാജപ്പൻ, ഷെമി അസീസ്, EK ഷെർലി, സുധർമ്മ, ടിൻഡു ആർത്തങ്കം, പ്രീതി പ്രസേനൻ, ലത, ഉമേഷ്, സേതുകുമാർ, ജോമോൻ, മണി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം എങ്ങുമെത്തിയില്ല. തഴത്തോടുകളുടെ ശുചീകരണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. തോടുകളിലെ മാലിന്യങ്ങളും പുൽപടർപ്പുകളും നീക്കം ചെയ്യാത്തത് കൊതുകുകൾ വളരാൻ കാരണമാകുന്നു. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരസഭ ശുചീകരണത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഴക്കാലപൂർവ്വ ശുചീകരണത്തോട് പുറംതിരിഞ്ഞ് കരുനാഗപ്പള്ളി നഗരസഭ. നഗരപരിധിയിലെ മിക്ക തഴത്തോടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ തോടുകൾ പായലുകൾ കൊണ്ടും പുല്ലുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ചിലയിടങ്ങളിലാകട്ടെ മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നു. മഴക്കാലം ആരംഭിച്ച് നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ തോടിന്റെ ഇരുവശങ്ങളും വെള്ളക്കെട്ടിലാകും. ഒപ്പം കൊതുകുൾപ്പെടെയുള്ള പ്രാണികൾ പെരുകുന്നതിനാൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. തഴത്തോടുകൾ എത്തിച്ചേരുന്നത് കന്നേറ്റിക്കായലിലേക്കാണ്. അതുകൊണ്ട് തന്നെ കന്നേറ്റിക്കായൽ പോലെയുള്ള വലിയ ജലാശയങ്ങൾ മലിനമാകാനുള്ള സാധ്യതയും ഏറെയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി നഗരസഭ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. മധുര വിതരണവും നടന്നു. മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കൊല്ലത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തിയത്. DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിന്നക്കടയിൽ സമാപിച്ചു. വഴിയാത്രക്കാർക്കും ബസ്സിലെ യാത്രക്കാർക്കും ലഡു വിതരണം ചെയ്തു. DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, കൊല്ലം കോർപ്പറേഷൻ മേയർ ഹഫീസ്, ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 3 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പെരിനാട് ശാസ്താംകോട്ട സ്വദേശികളാണ് ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കായി പൊതികളാക്കി കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി കടത്തുകയായിരുന്ന 3 കിലോ കഞ്ചാവുമായാണ് 2 പേർ ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. പെരിനാട് ചെമ്മക്കാട് രേവതിയിൽ വീട്ടിൽ അഭിലാഷ്, ശാസ്താംകോട്ട രാജഗിരി സന്തോഷ് ഭവനിൽ രാജേഷ് എന്നിവരാണ് പോലീസ് പരിശോധനയ്ക്കിടെ ശൂരനാട് വടക്ക് തെക്കേ മുറിയിൽ നിന്ന് കഴിഞ്ഞ രാത്രി 9 മണിയോടെ പിടിയിലായത്. 2 പൊതികളിലായി ബാഗിൽ സൂക്ഷിച്ച് കടത്തുകയായിരുന്നു കഞ്ചാവ്. ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂരനാട് പോലീസും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇരുവർക്കുമെതിരെ NDPS വകുപ്പ് പ്രകാരം കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ നെടുങ്കയം തെങ്ങന്തറ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം.
സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് പുലിയെ നേരിൽ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുലി സാന്നിധ്യം നാട്ടുകാരിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പുലിയെ കണ്ട ഉടൻ തന്നെ പരിഭ്രാന്തനായ തൊഴിലാളി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു. 4 അടിയോളം വലിപ്പമുള്ള പുലിയെയാണ് കണ്ടതെന്നാണ് ടാപ്പിംഗ് തൊഴിലാളി പറയുന്നത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് അഞ്ചലിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. എന്നാൽ തോട്ടത്തിലും പരിസര പ്രദേശങ്ങളിലും കാട് പിടിച്ചു കിടക്കുന്നതിനാലും കരിയിലകൾ നിറഞ്ഞതിനാലും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. കാൽപ്പാടുകൾ കണ്ടെത്താനായില്ലെങ്കിലും തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനവാസ മേഖലയ്ക്ക് സമീപം പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. പുലർച്ചെയും രാത്രികാലങ്ങളിലും പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വനം വകുപ്പിനെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനങ്ങളുടെ വികാരം ഹൈക്കമാൻഡ് ഉൾക്കൊണ്ടതായി കൊല്ലം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ശേഷമായിരുന്നു പ്രതികരണം. ജനങ്ങളുടെ വികാരം ഹൈക്കമാൻഡ് ഉൾക്കൊണ്ടതായി കൊല്ലം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു രാജേന്ദ്ര പ്രസാദിന്റെ പ്രതികരണം. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ സന്തുഷ്ടരാണ്. ഒരു തീരുമാനമുണ്ടായി എന്നുള്ളത് അത് VDS ആണ് എന്നുള്ളത് കൂടുതൽ സന്തോഷം നൽകുന്നു. മറ്റുള്ളവരെ മോശക്കാരാണ് എന്ന് യാതൊരു അഭിപ്രായവും ഞങ്ങളെ സംബന്ധിച്ചില്ല. KC വേണുഗോപാൽ അതിന് പ്രാപ്തനാണ്. രമേശ് ചെന്നിത്തല പരിചയസമ്പത്തുള്ള ഏറ്റവും മുതിർന്ന നേതാവാണ്. പക്ഷെ ഒരാളിനെല്ലാം മുഖ്യമന്ത്രിയാകാൻ കഴിയുള്ളൂ. ജനങ്ങളുടെ ഒരു വികാരം ഹൈക്കമാൻഡ് ഉൾക്കൊണ്ടു എന്നാണ് ഈ വിധി, ഈ തീരുമാനം നമ്മളെ മനസ്സിലാക്കിയത്. ഞങ്ങളുടെ സന്തോഷം 2-3 ദിവസം താമസിച്ചപ്പോൾ നിങ്ങൾ തന്നെ അത് നിങ്ങളുടെ ഒരു ധർമ്മത്തിന്റെ ഭാഗമായി ഞാൻ കാണുകയാണ്. മീഡിയാസ് വിമർശനാത്മകമായിരിക്കണമല്ലോ നിങ്ങളുടെ സമീപനം എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ നടന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് നിങ്ങളോടുള്ള കൃതാർത്ഥത ഞാൻ രേഖപ്പെടുത്തുന്നു. ജനവിധി ഹൈക്കമാൻഡ് അംഗീകരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ അങ്ങനെ ഒരു വികാരത്തിലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളുടെ അവരുടെ പ്രതികരണങ്ങളെ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു തീരുമാനം കേരളത്തിലെ കോൺഗ്രസിന്, കേരളത്തിലെ UDFന്, ജനാധിപത്യ സംവിധാനങ്ങൾക്ക്, UDFനെ സ്നേഹിച്ച CPM അധികാരത്തിൽ വരരുത് എന്ന വികാരം തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ച എല്ലാ ജനങ്ങളോടുമുള്ള കടമ നിറവേറ്റിയിരിക്കുന്നു ഈ തീരുമാനത്തിലൂടെ. കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനത്തിനും മധുര വിതരണത്തിനും ശേഷമായിരുന്നു P. രാജേന്ദ്ര പ്രസാദ് മാധ്യമങ്ങളെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SSLC പരീക്ഷാ ഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. ഇതേസമയം ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത് മാറ്റിവെച്ചു. 26-ന് ഹയർ സെക്കൻഡറി ഫലം പ്രസിദ്ധീകരിക്കും. SSLC പരീക്ഷാ ഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തിരുന്നു. ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ തത്സമയം ഫലം ലഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഇതേസമയം ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപന തീയതിയിൽ മാറ്റം വരുത്തി. മെയ് 22-ന് പ്രഖ്യാപിക്കും എന്ന് തീരുമാനിച്ചിരുന്ന ഫലം മെയ് 26-നായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മാർക്ക് എൻട്രി ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ കാലപ്പഴക്കം മാർക്ക് എൻട്രി ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നുവെന്നും അതിനാലാണ് ഫലപ്രഖ്യാപന തീയതി 26-ലേക്ക് മാറ്റിയതെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. കരുനാഗപ്പള്ളിയിൽ തഴത്തോടിന്റെ സംരക്ഷണ പദ്ധതികൾ പൂർത്തിയായില്ല. മഴക്കാലത്ത് നീരൊഴുക്ക് സുഗമമാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക. തർക്കത്തെ തുടർന്നാണ് 29-ാം ഡിവിഷനിൽ തഴത്തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചത്. തോടിന് ആഴം കൂട്ടാൻ കോരിയെടുത്ത മണൽ തോട്ടിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി നഗരസഭ 29-ാം ഡിവിഷനിൽ 1-ാം തഴത്തോടിന്റെ സംരക്ഷണ പദ്ധതികൾ പൂർത്തിയാക്കാനാണ് കഴിയാതെ വന്നത്. ഇതോടെ ജലനിർഗമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയരുന്നു. നഗരസഭാ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് കരുനാഗപ്പള്ളി നഗരസഭയിലെ പ്രധാന ജലനിർഗമന മാർഗങ്ങളിൽ ഒന്നായ തഴത്തോടിന്റെ നവീകരണ പദ്ധതി നടപ്പാക്കിയത്. തഴത്തോടിന്റെ ഇരുഭാഗങ്ങളും സംരക്ഷണ ഭിത്തി കിട്ടുകയും ആഴം വർദ്ധിപ്പിച്ച് ജലമൊഴുക്ക് സുഗമമാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ വർഷങ്ങളായി അനധികൃത കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്ന തഴത്തോടിന്റെ അതിർത്തികൾ നിശ്ചയിച്ച് കല്ലിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഇളശ്ശേരി മഠം ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്തായി തർക്കത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. അതനുസരിച്ച് അപ്പുറത്തും അയാളും
വരാണ്ട് വേസ്റ്റ് വരാണ്ട് കയ്യേറിയിട്ട് ഈ വരാണ്ട് ഈ സ്ഥലത്ത് തന്നെ അയാൾ അവിടെ ഒരു കക്കൂസം കൂടി വെച്ചു. ഇതെല്ലാം ഈ കയ്യേറിയ ഭൂമിയിലാണ് വെച്ചിരിക്കുന്നത്. അത് നടന്നില്ല. ഇപ്പോഴത്തെ പുതിയ ചെയർമാനും ഭരണസമിതി വരുമ്പോഴത്തേക്ക് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അത് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അതിൻ്റെ പടിഞ്ഞാറത്ത് സൈഡിൽ നിന്ന് ഒരു 12 ആനിനെയും ഒരു പ്ലാവും വേറെ ചെറിയ മരങ്ങളും എല്ലാം വെട്ടി മാറ്റിയിട്ട് ഇത് തൊടാൻ ഇവനാണ് ഇതിന് കെട്ടാൻ വേണ്ടിയിട്ട് വേറെ വാരം തോണ്ടി അപ്പുറത്ത് പടിഞ്ഞാറ സൈഡ് വന്നപ്പോഴത്തേക്ക് അവർ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങോട്ട് കയറാനൊക്കത്തില്ല. കയറാനൊക്കെ പിന്നെ അങ്ങനെ കെട്ടും. അങ്ങനെ കയറാനൊക്കെ വെച്ച് ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞു. ഇതോടെ തോടിന് ആഴം കൂട്ടാനായി കോരിയെടുത്ത മണൽ തോടിനുള്ളിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. മഴ ശക്തമാകുന്നതോടെ തോട്ടിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഇത് തടസ്സമായി മാറും. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ ജലം വട്ടക്കായലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രധാന തോടുകളിലൊന്നാണിത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം തടസ്സപ്പെട്ടതോടെ തോടിന്റെ ഇരുകരകളിലുമുള്ള മണ്ണ് തോട്ടിലേക്ക് ഇടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിസരവാസികൾ, അതായത് ഇതിൻ്റെ ഓട നിർമ്മിക്കുന്ന പുരയിടത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 2 പുരയിടവും വളരെ ആഴത്തിൽ തോട്ടിൻ്റെ ഇതിൻ്റെ എൻഡിൽ വളരെ ആഴത്തിൽ ഇതിനു വേണ്ടി ഫൗണ്ടേഷന് വേണ്ടി JCB വെച്ച് തുറന്ന ഒരു അതേ അവസ്ഥ കിടക്കുകയാണ്. തെക്ക് നിന്ന് പാറ അടിക്കുക എന്നെങ്കിൽ പോലും പെട്ടെന്ന് എന്തോ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് നിർത്തിവെച്ചു. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഈ 2 ഭാഗവും തോടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള വാനം തോണ്ടിയ പുരയിടത്തിൻ്റെ എല്ലാം ഈ വലിയ മഴയിൽ ആ 2 ഭാഗത്തു നിന്നുള്ള മണ്ണ് ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ വരവോട് മഴയിട്ട് കുത്തിയൊലിച്ച് തോട്ടിൽ പോവുകയാണ്. അത് മാത്രമല്ല ഈ വടക്ക് ഭാഗത്തു നിന്നുള്ള മാനത്ത് മഴ കണ്ടു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ വടക്ക് ഭാഗത്ത് വലിയ വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ തോടിൻ്റെ വീതി കുറവുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഈ ഓടപണിയുമായിട്ട് ബന്ധപ്പെട്ട് 2 സൈഡിൽ നിന്നുള്ള മണ്ണ് കുറച്ചെടുത്ത് ഈ തോടിൻ്റെ നടുക്ക് തന്നെ വെച്ചിരിക്കുക. അതുപോലെ തന്നെ അവിടെ ഒരു മുട്ട് പോലെ വെച്ച് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ഇന്നലെ കൂടെ മഴയായിരുന്നു. ഇപ്പം പെട്ടെന്നുള്ള വലിയ മഴ വരുന്ന സമയത്ത് ഈ പ്രദേശം മൊത്തം വെള്ളപ്പൊക്കത്തിലാകും. വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മഴ ശക്തമാകുന്നതോടെ സ്ഥിതി കൂടുതൽ വഷളാകും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഇനി VD സതീശൻ നയിക്കും. തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം ദിവസമാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. കൊല്ലത്ത് AISF മാർച്ച്. ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. SSLC പരീക്ഷാ ഫലം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത് 26-ലേക്ക് മാറ്റിവെച്ചു. പുനലൂർ നെടുങ്കയം തെങ്ങുംതറ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം. ടാപ്പിംഗിനെത്തിയ തൊഴിലാളിയാണ് പുലിയെ നേരിൽ കണ്ടത്. ജാഗ്രതാ നിർദ്ദേശം നൽകി വനം വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.